അപ്പോൾ ഇന്നത്തെ വീഡിയോ തണ്ണിമത്തൻ കൊണ്ട് ഈ ചൂടിനും നോമ്പിനും ക്ഷീണം മാറ്റാനും ദാഹം മാറ്റാനും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഇത് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഒരു തണ്ണിമത്തൻ്റെ പകുതി നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കണുള്ളൂ. അപ്പോൾ വീട്ടിലൊക്കെ ആൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം എടുത്തോളൂ കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് മുറിച്ചിട്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അതിന് മുന്നേ ഇത്ര പോകുന്നൊരു കഷ്ണം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് അവസാനം നമുക്കിതിലേക്ക് ചേർക്കാനുള്ളതാണ്. അതവിടെ ഇരിക്കട്ടെ. ഇനി ബാക്കിയുള്ള കഷ്ണങ്ങൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഒന്ന് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ കൊണ്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അധികം വലിയ കഷ്ണങ്ങളാകരുത് കേട്ടോ. ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇതേപോലെ കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നോമ്പിനൊക്കെ തണ്ണിമത്തനില്ലാത്ത വീടുകളുണ്ടാവില്ല. അപ്പോൾ ഒരു വട്ടെങ്കിലും ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രുചിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ കഴിക്കാം. ഈ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല സപ്പോർട്ടാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകൂടി നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ചെയ്യണത്. ആ വീഡിയോ ഒരുപാട് ആൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് നമ്മളത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുരുകൾ ഇതിൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പെറുക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഏതായാലും മാറ്റണില്ല. മാറ്റാനാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. കണ്ടമാനം കുരു ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മാറ്റിയെടുത്താൽ മതി കുരു. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഈ ചൂട് നോമ്പൊക്കെ ആയിട്ട് പഞ്ചസാര പരമാവധി കുറക്കണം ഏറ്റവും നല്ലത്. പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഒരു സ്പൂണോ കയ്യിലോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നത്. നല്ല ഉടച്ച് കുഴഞ്ഞൊന്നും പോകരുതേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ അതിനോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് എല്ലാവരും കാണും കേട്ടോ. അപ്പോൾ നിങ്ങളെ ലൈക്ക് ഉണ്ടെങ്കിൽ നമുക്കിത് വീഡിയോ സപ്പോർട്ട് ആവുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വളരെ നിർബന്ധമാണ് കേട്ടോ. അതുകൊണ്ടാണ് പറയണത്. എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോയും ചെയ്യുക കേട്ടോ. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഉടച്ചെടുത്തപ്പോൾ നമുക്ക് ശരിക്കും ഉടഞ്ഞു കിട്ടിയില്ല. അതിന് പകരം ചതച്ചെടുക്കുന്ന ഒരു കല്ലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കുത്തി എടുക്കാം. ഓവറായിട്ട് അമർത്തരുത് കേട്ടോ, പാത്രം നാശമായി പോവും. മെല്ലെ മെല്ലെ ഇതേപോലെ ഒന്ന് കുത്തിയെടുത്താൽ മതി. അപ്പോൾ നല്ല ക്ലിയറായി കിട്ടും. ഇപ്പോൾ അതിൻ്റെ നീരൊക്കെ കണ്ടില്ലേ, അതിൻ്റെ വെള്ളമൊക്കെ മേലിട്ട് വന്നിട്ടുണ്ട്. നല്ല ചുമന്ന കളറായിട്ടുണ്ട്. നല്ല രസമല്ല കാണാൻ ഇപ്പം തന്നെ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. അവിടെ വെള്ളമൊക്കെ ഒന്ന് പൊങ്ങി വന്ന് നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഇതിലേക്ക് വേണ്ടതേ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് ചേർക്കണം കേട്ടോ. ഏലക്കാപ്പൊടി പൊടിയില്ലെങ്കിൽ ഒരു 3-4 ഏലക്കായി ചതച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ലിറ്റർ പാലാണ് കേട്ടോ. അത് ഇതേപോലെ ഉണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തത്തിലുണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു പിങ്ക് കളർ വന്നില്ലേ. നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ നമ്മൾ ഈ മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കൂലേ, ഇന്ന പോലെ തന്നെയാണ് ഏകദേശം ഉണ്ടാക്കുന്നത്. അതിൻ്റെ അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, പക്ഷേ അതേ രുചി നമുക്ക് കിട്ടും. പിന്നെ നമ്മളിതിലേക്ക് മാറ്റി വെച്ച കസ്കസാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തണുപ്പൊക്കെ നിങ്ങൾ ആവശ്യത്തിന് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇനി ഇത് നന്നായിട്ടുണ്ട് ഇളക്കിയെടുത്തോളൂ. ഇതേപോലെ നന്നായിട്ടുണ്ട് ഇളക്കിക്കോട്ടെ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് കാണാൻ തന്നെ എന്താ രസം. നല്ല പിങ്ക് കളറൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ നമ്മുടെ ഗസ്റ്റുകളെ മുന്നിലൊക്കെ ഇത് ഗ്ലാസ്സിൽ ഇതേപോലെ കൊണ്ട് ഒഴിച്ചു വെച്ചാലേ അപ്പം തന്നെ എടുത്ത് കുടിക്കാൻ തോന്നും. അങ്ങനെ അത്രയ്ക്ക് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടത്. അതേപോലെ കഴിക്കാനും നല്ല രുചി കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ച ഈ തണ്ണിമത്തൻ പീസ് ഇതേപോലെ കുറച്ച് വലുപ്പത്തിൽ, നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിനേക്കാളും കുറച്ച് വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു ഡെക്കറേഷന് വേണ്ടി അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത തണ്ണിമത്തൻ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് ആ ജ്യൂസ് ഇതിലേക്ക് ഇതേപോലെ പാർന്നു കൊടുക്കുക.
അപ്പോൾ തണ്ണിമത്തൻ കൊണ്ടുള്ള നല്ലൊരു വിഭവം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് തരണേ.